ഒരുപാട് സ്റ്റീപ്പായിരിക്കും. നമ്മൾ പെട്ടെന്ന് ടയേർഡ് ആവും. നോർമൽ പാത്ത് എടുക്കുന്നില്ല, ഇൻസ്റ്റഡ് ഷോർട്ട് കട്ട്സ് എടുത്തിട്ടാണ് പോകുന്നത്. ഓവർ എക്സ്പെക്ട് ചെയ്ത് കയറരുത്. ഇപ്പോൾ ഫാൾസിൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. വെൽക്കം ടു ട്രിപ്പ് ഓഫ്. ഇന്ന് പാലക്കാട് ജില്ലയിലുള്ള ധോണി എക്കോ ടൂറിസമിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്, ധോണി വാട്ടർഫാൾസ്. സോ പാലക്കാടിലെ തന്നെ അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്പോട്ടാണ് ധോണി വാട്ടർഫാൾസ്. വളരെ മനോഹരമായ സ്ഥലമാണ്. നമുക്കകത്ത് കയറി കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാം. അതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ഗേറ്റിൽ എൻട്രി ടൈമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 2 ബാച്ചായിട്ടാണ് ധോണിയിലേക്ക് ആളുകളെ കടത്തിവിടുന്നത്. ഒന്ന് 10:30 ബാച്ച്, പിന്നൊന്ന് 1:30 ബാച്ച്. ഇതുപോലൊരു ബോർഡുമായിട്ടാണ് ധോണി നമ്മളെ വെൽക്കം ചെയ്യുന്നത്. ഇതുപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ബോർഡ്സ് നമുക്കിവിടെ കാണാൻ കഴിയും. സോ നിങ്ങൾ അകത്ത് കയറുന്നതിന് മുമ്പ് ഇതൊക്കെ വായിച്ചു നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ ഡൂസ്, ഡോണ്ട് ഡൂസ് ആൻഡ് പ്രൊഹിബിറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ അതിലൂടെ നമുക്ക് അറിയാൻ കഴിയും. ആൻഡ് ഹിയർ വി ഗോട്ട് ദ ടിക്കറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ബാച്ചായിട്ടാണ് ധോണിയിലേക്ക് ആളുകളെ കടത്തിവിടുന്നത്. 10:30 ആൻഡ് 1:30. നമ്മളിപ്പോൾ 10:30 ബാച്ചിൻ്റെ ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ടിക്കറ്റ് കോസ്റ്റ് 120 റുപ്പീസാണ്. ഈ പറഞ്ഞ ടൈമിങ്ങിന് മുൻപായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് ധോണിയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ ധോണിയിൽ വരുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ അറിയുന്നതിനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. എനിവേ നമ്മളിപ്പോൾ അകത്തേക്ക് നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവനെ പോലെ ഒരുപാട് പേരെ നമുക്കിവിടെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. പാലക്കാട് ടൗണിൽ നിന്ന് 14 കിലോമീറ്റേഴ്സ് മാറിയാണ് ധോണി വാട്ടർഫാൾസ് ഉള്ളത്. ഇതൊരു എക്സ്ട്രാ ഓർഡിനറി വാട്ടർഫാൾസ് ആണെന്നൊന്നും തോന്നുന്നില്ല. കാരണം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോൾ ഫോറസ്റ്റ് ഓഫീസേഴ്സ് പറഞ്ഞത് ഓവർ എക്സ്പെക്ട് ചെയ്ത് കയറരുത്, ബട്ട് നിങ്ങൾക്ക് നാച്ചുറൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഒരു ചെറിയ വാട്ടർഫാൾസ് അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ കയറിയാൽ മതി എന്നാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടിയ ഒരു ഐഡിയ. സോ അടിപൊളി സ്ഥലമാണ്. നിങ്ങൾക്ക് ട്രക്കിംഗ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. പാലക്കാട് ജില്ലയിലെ പുതുപ്പരിയാരം എന്ന സ്ഥലത്താണ് ധോണി വാട്ടർഫാൾസ് ഉള്ളത്. മെയിൻ എൻട്രൻസിൽ നിന്ന് വാട്ടർഫാൾസിലേക്ക് എത്താൻ നമുക്ക് 4 കിലോമീറ്റർ നടക്കണം. അപ്പ് ആൻഡ് ഡൗൺ 8 കിലോമീറ്റേഴ്സിൻ്റെ ട്രക്കിംഗ് ആണ്. മുകളിലെത്താൻ ഇറ്റ് വിൽ ടേക്ക് അറൌണ്ട് 2 hours. ആൻഡ് കയറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ ഇറങ്ങുന്ന സമയത്ത് ഇറ്റ് വിൽ ബി മച്ച് മോർ ഈസിയർ. സോ ഇതുപോലെ ഷോർട്ട് കട്ട്സ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് ഇറങ്ങാവുന്നതാണ്. ആക്ച്വലി പോകുന്ന സമയത്ത് നമുക്ക് ഇറങ്ങാം, കയറുന്ന സമയത്ത് ഇതുപോലെ ഷോർട്ട് കട്ട്സിലേക്ക് കയറുകയാണെങ്കിൽ ഒരുപാട് സ്റ്റീപ്പായിരിക്കും, നമ്മൾ പെട്ടെന്ന് ടയേർഡ് ആവും. സോ വരുന്ന സമയത്ത് നമുക്ക് അതുപോലത്തെ റോഡ്സ് ട്രൈ ചെയ്യാം. ഓൺ ദ ഗോ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ചെറിയ ചെറിയ സ്ട്രീംസ് ഒക്കെ കാണാൻ കഴിയും. ബെസ്റ്റ് ടൈം ടു വിസിറ്റ് ധോണി ഫാൾസ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് ആണ്. സോ നിങ്ങൾ ആ ഒരു ടൈം പീരീഡിലൊക്കെ വരികയാണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ലോട്ട് മോർ സ്ട്രീംസ് ലൈക്ക് ദീസ് ഹിയർ ത്രൂ ഔട്ട് യുവർ വാക്ക്. ബെസ്റ്റ് മന്ത് ടു വിസിറ്റ് ഓഗസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും ത്രൂ ഔട്ട് ദ മൺസൂൺ ധോണി ഫാൾസ് വിൽ ലുക്ക് ഗ്രേറ്റ്. സോ ഒരു ജൂൺ തൊട്ട് ഒക്ടോബർ വരെയുള്ള ടൈം പീരീഡിൽ നിങ്ങൾ എപ്പോൾ വരികയാണെങ്കിലും യു ക്യാൻ ഫൈൻഡ് ധോണി അറ്റ് ഇറ്റ്സ് ബെസ്റ്റ് ഹിയർ. നമ്മൾ താഴ്ന്ന് നടന്ന് തുടങ്ങുന്ന സമയത്ത് ഇറ്റ് വാസ് സണ്ണി, നല്ല വെയിലുണ്ടായിരുന്നു. സോ മുകളിലേക്ക് കയറും തോറും ഇറ്റ്സ് ഗെറ്റിംഗ് മൂഡി. നമ്മൾ ഇവിടെ താഴെ നിന്നാണ് നടന്നു തുടങ്ങിയത്, വഴി കാണുന്നില്ല. മേ ബി മുകളിൽ വെച്ച് കാണുകയാണെങ്കിൽ ഐ ഷോ ദാറ്റ് യു. ഇനിയും അറൗണ്ട് 2 കിലോമീറ്റേഴ്സ് നടക്കാനുണ്ട്. ഒരു 2 കിലോമീറ്റർ ട്രെക്കിംഗ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു റെസ്റ്റിംഗ് പോയിന്റ് കാണാൻ കഴിയും. ഇവിടെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് സ്നാക്സും വാട്ടറൊക്കെ കുടിച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ട്രെക്കിംഗ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ധോണിയിലേക്ക് ഫുഡ് കൊണ്ടുവരുന്നതിന് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെയില്ല. ഇവിടെ നിന്ന് കുക്ക് ചെയ്യുന്നതിനാണ് റെസ്ട്രിക്ഷൻസ് ഉള്ളത്. ഓക്കെ, ആഫ്റ്റർ എ ബ്രേക്ക് നമ്മൾ വീണ്ടും നടന്നു തുടങ്ങിയിരിക്കുകയാണ്. റോഡ്സ് ഒന്നും ടാർഡ് അല്ലെങ്കിൽ പോലും വെഹിക്കിൾസിനൊക്കെ വരാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. ഈവൻ ദോ ഇങ്ങോട്ടേക്ക് പ്രൈവറ്റ് വെഹിക്കിൾസിനൊന്നും പ്രവേശനമില്ല. ഓൺ ദ വേ ഇൻ അവർ ട്രെക്കിംഗ് നമുക്ക് റെയർ സ്പീഷീസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫ്യൂണ ഒക്കെ ഇവിടെ കാണാൻ കഴിയും. നമ്മൾ വരുന്ന വഴിക്ക് മങ്കീസിനെയൊക്കെ കണ്ടിരുന്നു. ലൈക്ക് ദാറ്റ് ഈ ഫോറസ്റ്റിനകത്ത് വൈൽഡ് സ്ക്വിറൽസ്, ബേർഡ്സ്, ബട്ടർഫ്ലൈസ്, എലിഫൻസ് ആൻഡ് ഈവൻ ലിയോപാർഡ്സ് വരെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. സോ പ്രോബ്ലി വി മേ ഗെറ്റ് എ ചാൻസ് ടു വിറ്റ്നസ് അറ്റ്ലീസ്റ്റ് ഫ്യൂ ഓഫ് ദം.
നമുക്ക് കയറി ഓൾമോസ്റ്റ് മുകളിലെത്തി. ഇനിയിപ്പോൾ കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. സോ ഇവിടെ ആക്ച്വലി റോഡ് രണ്ടായിട്ട് ഡിവൈഡ് ആവുന്നുണ്ട്. ഇങ്ങോട്ട് മുകളിലേക്കൊരു വഴി പോകുന്നുണ്ട്. സോ നമ്മൾ കയറി വന്നതുകൊണ്ട് വീണ്ടും മുകളിലേക്കാണെന്ന് കരുതി ആരും മുകളിലേക്ക് പോകരുത്. ആക്ച്വലി ഈ ഒരു സ്പോട്ടിൽ വെച്ചിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത്. സോ ഞാൻ കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു വ്യൂ കിട്ടും. ഓക്കെ, സോ നമ്മൾ ഈ വഴിയാണ് വന്ന് സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകേണ്ടത്. സോ ആ വഴി മാറി പോകരുത്, കാരണം ഫോറസ്റ്റ് ആയിട്ട് നമുക്ക് വാർണിംഗ് തന്നിരുന്നു ഇപ്പം ഞാൻ താഴ്ന്ന് കയറുന്ന സമയത്ത്. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ ബിഗ് ഡീൽ. ഈ ഡൈവേർഷൻ വരുന്ന സ്ഥലത്ത് യു ക്യാൻ ഫൈൻഡ് എ ബോർഡ് ലൈക്ക് ദിസ്. ഇനി ധോണിയിലേക്ക് 750 മീറ്റേഴ്സും കൂടിയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഈ ബോർഡ് ഫോളോ അപ്പ് ചെയ്ത് പോയാൽ തന്നെ യു ക്യാൻ റീച്ച് ധോണി ഫാൾസ് ഈസിലി. എനിവേ, ഇനി ഒരു 750 മീറ്റർ വാക്കോട് കൂടി നമ്മൾ ധോണി വാട്ടർഫാൾസിലേക്ക് എത്തുകയാണ്. ഫാൾസിലേക്ക് എൻ്റർ ആവുന്നതിന് തൊട്ട് മുമ്പ് ഇതുപോലൊരു വാർണിംഗ് ബോർഡ് നമുക്കിവിടെ കാണാൻ കഴിയും. ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. ഈവൻ ദോ നമ്മുടെ സേഫ്റ്റി നമ്മുടെ കൺസേൺ ആണ്. സോ ട്രൈ ടു ബി സേഫ്. ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫാൾസിൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അതാണ് നമ്മുടെ വാട്ടർഫാൾസ്. സോറി ഫോർ ദ പോർ ക്വാളിറ്റി ഓഫ് വീഡിയോ. Only me. That's a great feeling, you know. After an amazing hike, നമ്മളിതാ മുകളിലെത്തി. കൂൾ ഫ്രഷ് വാട്ടറിൽ ഒരു ബ്യൂട്ടിഫുൾ വാട്ടർഫാൾസ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രം മൈ പെർസ്പെക്റ്റീവ്, ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാട്ടർഫാൾ തന്നെ എനിക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇറ്റ്സ് എ സാഡ് ഫാക്ട് ദാറ്റ് ഇത്രയും മനോഹരമായ ഒരു വാട്ടർഫാൾസിന് വേണ്ടത്ര വിസിറ്റേഴ്സ് അറ്റൻഷൻ കിട്ടുന്നില്ല എന്നത്. ആക്ച്വലി ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദ റീസൺ ഫോർ ദാറ്റ്. എനിവേ, ഈ സ്ഥലം വളരെ പിക്ചറിസ്ക് ആൻഡ് ബ്യൂട്ടിഫുൾ ആണ്. ഈ റോക്ക് കാണുമ്പോൾ ഒരു തോണി കമിഴ്ത്തിയിട്ടതുപോലെ ഇല്ലേ, അതുകൊണ്ടാണ് ധോണി വാട്ടർഫാൾസ് എന്ന് പേര് വന്നതെന്ന് പറയപ്പെടുന്നു. എനിവേ, നമുക്ക് ഫാൾസിലിറങ്ങി കുളിക്കാനുള്ള പെർമിഷൻസ് ഒന്നുമില്ല. യു ക്യാൻ ജസ്റ്റ് എൻജോയ് ദ സീനിക് ബ്യൂട്ടി. ലുക്ക് ഹൗ ക്രിസ്റ്റൽ ക്ലിയർ ദ വാട്ടർ ഈസ്. ഒരു ഗ്ലാസ് പോലെ താഴെയുള്ളതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ പാലക്കാട്ടുകാർക്ക് പോലും അധികം അറിയാത്തൊരു സ്പോട്ടാണ് ധോണി വാട്ടർഫാൾസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ്സ് എ ബിറ്റ് അണ്ടർ റേറ്റഡ് പ്ലേസ് എന്ന്. നമ്മളൊക്കെ പല സ്ഥലങ്ങൾ പോയി കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണ്. പക്ഷേ ചില സ്ഥലങ്ങളുണ്ട്, ഇറ്റ് വിൽ കോൾ us ബാക്ക്, ആൻഡ് ധോണി ഈസ് വൺ സച്ച് പ്ലേസ് ഫോർ മീ. ഇങ്ങോട്ട് വരുമ്പോൾ യു ക്യാൻ സ്പെൻഡ് അറൌണ്ട് 5 hours ഹിയർ, ബ്രീത്ത് സം ഫ്രഷ് എയർ, ടേക്ക് നത്തിങ് ബട്ട് മെമ്മറീസ് ആൻഡ് ലീവ്. In addition, it's a beautiful photo point, especially for wedding photographies and all, so you guys can make use of it. എനിഹൗ, നിങ്ങളെല്ലാവരും വീഡിയോ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അപ്കമിങ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, വരുന്ന വഴിക്ക് എവിടെയും വെള്ളം അവൈലബിൾ അല്ല. അതുകൊണ്ട് കയ്യിലൊരു കുപ്പി വെള്ളം കരുതണം. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത്യാവശ്യം ചെറിയ എന്തെങ്കിലും സ്നാക്സ് കയ്യിലുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഗുഡ്. സോ ടയർഡാകുമ്പോൾ ചെറിയൊരു ബ്രേക്കൊക്കെ എടുത്ത് നടക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഫാൾസിൻ്റെ താഴെയാണുള്ളത്. അടുത്ത് നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. സോ നമുക്ക് ടോപ്പ് വ്യൂ എങ്ങനെയുണ്ടെന്ന് പോയി നോക്കാം. യൂഷ്വലി ധോണി വാട്ടർഫാൾസിൽ വരുന്ന പലരും താഴെയുള്ള ഫാൾസിൻ്റെ ഒരു വ്യൂ അവിടെ വന്ന് കണ്ടിട്ട് പോകാറാണ് പതിവ്. ബട്ട് അറ്റ് ദ ടോപ്പ് വി ഹാവ് മച്ച് മോർ തിങ്സ് ടു ഡു. നൗ വി ആർ അറ്റ് ദ ടോപ്പ്. ഇവിടെയാണ് വാട്ടർഫാൾസിൻ്റെ ഒറിജിൻ. ലുക്ക് അറ്റ് ദിസ്, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. നമുക്ക് താഴെയാണ് വെള്ളത്തിലിറങ്ങാൻ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളത്, മുകളിൽ വെള്ളത്തിലിറങ്ങാൻ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ധോണി വാട്ടർഫാൾസിലേക്കുള്ള ഈ ഒരു ട്രെക്കിങ്ങിനെ ഞാൻ റേറ്റ് ചെയ്യുന്ന ഡിഫിക്കൽട്ടി ലെവൽ മീഡിയം ആണ്. ബട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ട്രെക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. ഏജ്ഡ് പീപ്പിളിനും അതുപോലെ തന്നെ ലേഡീസ്, എസ്പെഷ്യലി വിത്ത് കിഡ്സ്, ഇവർക്കൊക്കെ ഈ ട്രെക്കിംഗ് എ ബിറ്റ് ഡിഫിക്കൽട്ടായിരിക്കും. ബട്ട് ഐ വിഷ് എവരി വൺ ഷുഡ് വിസിറ്റ് ധോണി ഫാൾസ് അറ്റ്ലീസ്റ്റ് വൺസ്. ഞാൻ ഫാൾസിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ ഇവിടെ നേരത്തെ വന്നിട്ടുള്ളവർ പറഞ്ഞത് ഇറ്റ്സ് നോട്ട് എ ഗ്രേറ്റ് വാട്ടർഫാൾസ് എന്നാണ്. ബട്ട് ഇവിടെ വന്ന ശേഷം ഞാൻ മനസ്സിലാക്കിയത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഫാൾസ്. നമ്മളിങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണം എന്ന് വെച്ചാൽ, ഈ ഫോറസ്റ്റിൻ്റെ നടുവിലൂടെയുള്ള ഈ ഒരു വാക്ക്, ഇവിടുത്തെ ഒരു ആംബിയൻസ്, ഇതൊക്കെ എൻജോയ് ചെയ്യണം എന്നൊരു മൈൻഡ് സെറ്റിൽ വരുമ്പോൾ ദിസ് വിൽ ബി എ ഗ്രേറ്റ് പ്ലേസ്. ഓൺ ദ ടോപ്പ്
നമുക്ക് ഇതുപോലത്തെ ഒരുപാട് ചെറിയ ചെറിയ വാട്ടർഫാൾസ് ഒക്കെ കാണാൻ കഴിയും. ദ വൺ തിങ് വിച്ച് ഐ ഫെൽറ്റ് ഈസ് ദാറ്റ് ടിക്കറ്റ് റേറ്റ് ഈസ് എ ബിറ്റ് എക്സ്പെൻസീവ് ഹിയർ. ഇൻ അഡീഷൻ നമ്മൾ ക്യാമറയ്ക്ക് എക്സ്ട്രാ പേ ചെയ്യേണ്ടതുണ്ട്. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കും ധോണിയിലേക്ക് അധികം ആളുകൾ വരാത്തത്. ബട്ട് ദ വൺ ഫാക്ട് ഈസ് ദാറ്റ് നമുക്കിതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. സോ ദ പ്ലേസ് വാട്ട്സ് ദ പ്രൈസ്. ഹാവിങ് സെഡ് ദാറ്റ് ഫാൾസിൻ്റെ മുകളിലുള്ള ഈ ഒരു പോർഷനിൽ വെള്ളത്തിലിറങ്ങുന്നതിന് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. സോ ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ഇൻ ടു ദ വാട്ടർ ദെൻ കം വിത്ത് നെസസറി ക്ലോത്തിങ്സ്. സോ ഐ പ്രിഫർ ടു എൻ്റർ ഇൻ ദ ഫസ്റ്റ് ബാച്ച്. ആസ് പെർ മീ ഇറ്റ് മേക്സ് മോർ സെൻസ്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മൺസൂൺ ഇസ് ദ ബെസ്റ്റ് ടൈം ടു വിസിറ്റ് ധോനി വാട്ടർഫാൾസ് എന്ന്. ബട്ട് ഈവൻ ഇൻ ദ സമ്മർ യു വോണ്ട് ഫീൽ എനി ഹീറ്റ് ഹിയർ because all the areas including roads are covered with lots of trees here, so it will be cool throughout. സമയം ഇപ്പോൾ 1 മണിയായി. എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്, പ്ലസ് പഫ്സ് വാങ്ങിയിട്ടുണ്ട്. ഒരു എഗ് പഫ്സാണ്, പിന്നെ ബിസ്ക്കറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ രാവിലെ 10:30 ഇറങ്ങുന്നതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ നമ്മൾ അറൗണ്ട് 2 o'clock വരെ നമ്മളിവിടെ ഉണ്ടാവും. സോ ഇവിടെ നിന്ന് നമ്മൾ തിരിച്ചു പോയി വീണ്ടും താഴെ എത്തുന്ന സമയത്ത് അറൗണ്ട് 3 o'clock അല്ലെങ്കിൽ 3:30 വരെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യമുള്ള ഫുഡായിട്ടില്ലെങ്കിലും സ്നാക്സ് ആൻഡ് വാട്ടറൊക്കെ കൊണ്ടുവരുന്നത് ഇറ്റ്സ് എ ഗുഡ് മൂവ്. ആൻഡ് നമുക്കിപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കാം. യൂഷ്വലി നമ്മൾ നോർമലി കഴിക്കുന്ന ഫുഡ് ആൻഡ് സ്നാക്സ് പോലും ഇതുപോലൊരു ആംബിയൻസിലൊക്കെ ഇരുന്ന് കഴിക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ഫീൽ മച്ച് മോർ ബെറ്റർ ആൻഡ് ടേസ്റ്റി. ഇറ്റ്സ് എ 5 hours ഓഫ് കണ്ടിന്യൂസ് ട്രെക്കിംഗ് ആൻഡ് പെട്ടെന്ന് നമ്മൾ ഡീഹൈഡ്രേറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് മേ കിൽ അവർ ജോയ് ഓഫ് ട്രെക്ക്. സോ തൊട്ടടുത്തൊന്നും ഷോപ്സ് ഇല്ലാത്തതുകൊണ്ട് ഓൾവേസ് ക്യാരി വാട്ടർ വിത്ത് യു. ലുക്ക് അറ്റ് ദിസ്. ഇവിടുത്തെ ഒരു അൺപെയ്ഡ് സർവീസാണ്. You are gonna get an amazing fish spa, that too free of cost. Who don't want this അല്ലേ? എനിവേ ഇതോടെ നമ്മൾ ധോണിക്ക് ഗുഡ് ബൈ പറയാൻ പോവുകയാണ്. തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറൗണ്ട് ബൈ 2:30 to 3 o'clock നമ്മൾ താഴെ എത്തും. സോ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് നോർമൽ പാത്ത് എടുക്കുന്നില്ല, ഇൻസ്റ്റഡ് ഷോർട്ട് കട്ട്സ് എടുത്തിട്ടാണ് പോകുന്നത്. സോ ദാറ്റ് നമുക്ക് പെട്ടെന്ന് താഴെ എത്താൻ പറ്റും. സോ ലെറ്റ്സ് ട്രൈ ദാറ്റ്. സോ കണ്ടില്ലേ നമ്മൾ ഷോയും നമ്മൾ ആക്ച്വലി അതിലേ പോയി അങ്ങനെ അവിടം വഴി വന്ന് തിരിച്ച് ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. സോ ഇതൊരു അൺവാണ്ടഡ് യു കർവാണ്. നമ്മൾ ഡയറക്റ്റായിട്ട് ഇതിലേ ഇറങ്ങുവാണ്. സോ നമ്മൾ നമ്മുടെ റോഡിലെത്തി. നമ്മൾ ആക്ച്വലി കറങ്ങി വരുമായിരുന്നെങ്കിൽ ഒരുപാട് ദൂരം അധികം കറങ്ങി ഇവിടെ യൂ ടേൺ കട്ട് ചെയ്യണമായിരുന്നു. സോ തിരിച്ചു പോകുമ്പോൾ നമ്മൾ മോസ്റ്റ്ലി ഇങ്ങനത്തെ റോഡ് പ്രിഫർ ചെയ്യുന്നതായിരിക്കും, ഈ ഷോർട്ട് കട്ട്സ് പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ അഗൈൻ നമ്മൾ നോർമലി വന്നാണെങ്കിൽ ഈ വഴിയായിരിക്കും വന്നിരിക്കുക. സോ ഇപ്പോൾ വീണ്ടും ഇതാണ് റോഡ്, ബട്ട് വി ഹാവ് എ ഷോർട്ട് കട്ട് ഹിയർ അഗൈൻ. നമ്മൾ നോർമൽ വഴിയെ പോകാതെ വീണ്ടും ഷോർട്ട് കട്ടാണ് ചൂസ് ചെയ്യുന്നത്. ഷോർട്ട് കട്ട് ഗിവ്സ് മോർ ട്രെക്കിംഗ് ഫീലിംഗ് ദാൻ ദാറ്റ് ഓഫ് ദ പേവ്ഡ് റോഡ്സ്. ബട്ട് ബിഗിനേഴ്സിന് ഇറ്റ് വിൽ ബി എ ബിറ്റ് ഡിഫിക്കൾട്ട്. സോ കംഫർട്ടബിൾ ഷൂസൊക്കെ ഇട്ടിട്ട് വരുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ കാലൊക്കെ ട്വിസ്റ്റായി പോകാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ധോണിയിൽ നിന്ന് മലമ്പുഴയിലേക്ക് മീൻവെള്ളത്തിലേക്കൊക്കെ ഡയറക്റ്റായിട്ട് ഫോറസ്റ്റിലൂടെ ട്രക്ക് ചെയ്യാൻ പറ്റും. ബട്ട് നിങ്ങൾക്ക് അതിന് ഇവിടുത്തെ ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ പ്രയർ പെർമിഷൻ വേണം. ധോനി വാട്ടർഫാൾസ് പോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഉള്ള ഒരു സ്പോട്ടാണ് പാലക്കാട്. ടോപ്പ് 50 ടൂറിസ്റ്റ് പ്ലേസസ് ഇൻ പാലക്കാട് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട് ഇൻ മൈ ചാനൽ ടു. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ അപ്കമിംഗ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. സീ യു വിത്ത് അനദർ വീഡിയോ.